അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, എല്ലാവരും സുഖമായിരിക്കുന്നുവല്ല. നല്ല റാഹത്തുള്ള നല്ലൊരു ദിവസം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരും 5 നേരത്തെ നമസ്കാരം ഖളാ ആക്കാതെ നമസ്കരിക്കുന്നവരാണല്ലോ. അൽഹംദുലില്ലാ. ഓരോ ദിവസവും സുബഹി നിസ്കരിച്ചതിന് ശേഷം 3 പ്രാവശ്യം താഴെ പറയുന്ന ദിക്ർ ചൊല്ലുക. ആ ദിക്ർ ചൊല്ലുന്ന ഒരാൾക്ക് ആ ചൊല്ലുന്ന ആളിനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ മക്കൾക്കും അവൻ്റെ വാഹനത്തിനും ഒക്കെ ബർക്കത്തുണ്ടാവാൻ ഏറ്റവും പവിത്രമായ ഒരു ദിക്റാണിത്. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുന്നതാണ് ഉത്തമം. ദിക്ർ ചൊല്ലിയാൽ അന്നത്തെ ദിവസം മുഴുവൻ റാഹത്താണ്. ഒന്നിനും ഒരാപത്തും വരില്ല. ധൈര്യമായി നിങ്ങൾക്ക് ഇരിക്കാം. ഈ ദിക്ർ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും വീടുകളിൽ ഹദ്ദാദ് ചൊല്ലുന്നവരാണ്. ആ ഹദ്ദാദിനകത്ത് പെട്ട ഒരു ദിക്റാണ്. ആ ദിക്ർ എന്തെന്ന് വെച്ചാൽ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നതാണ്. ഇത് ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാം. ഹദ്ദാദ് സ്ഥിരം ഓതുന്നവർക്ക് ഇത് മനഃപ്പാഠമാണ്. എങ്കിലും ഇത് സുബഹിക്ക് ശേഷം ഇത് ചൊല്ലണം എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഈ ദിക്ർ ഇനി മുതൽ നിങ്ങൾ ഓരോരുത്തരും 3 പ്രാവശ്യം സുബഹി നമസ്കരിച്ചതിന് ശേഷവും വൈകുന്നേരം മഗ്‌രിബിന് ശേഷവും 3 പ്രാവശ്യം വീതം ചൊല്ലുക. ഇത് പകൽ മുഴുവനും രാത്രി മുഴുവനും നമുക്ക് റാഹത്തായിട്ട് ഉള്ള ദിവസമായി മാറും. അൽഹംദുലില്ലാ. പിന്നെ നിങ്ങൾ അയക്കുന്ന കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ എൻ്റെ സ്വരം കൊള്ളത്തില്ല, ഉറക്കം തൂങ്ങിയ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എൻ്റെ സ്വരം ഇങ്ങനെയാണ്. ഇത് റബ്ബ് തന്നതാണ്. അതിൽ ഞാൻ തൃപ്തിയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് വലിയ റെക്കോർഡ് റൂമോ അങ്ങനെയുള്ള ഒന്നുമില്ല. സാധാരണയാണ്. നമുക്ക് ഐഫോണും ഒന്നുമില്ല. സാധാരണ ഫോണിൽ റെക്കോർഡ് ചെയ്തത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഇത്. നിങ്ങൾ വിചാരിച്ചാൽ റെക്കോർഡ് റൂമൊക്കെ കൊണ്ടുവരാം. ഇത് കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇത് നല്ലൊരു അറിവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.